ചൂട് വർദ്ധിക്കുന്ന മെയ് മാസവും മഴ കൂടുതലുള്ള ജൂൺ മാസവും സ്കൂൾ അവധി നൽകാൻ കഴിയുമോ എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വേദിയിൽ ഇരുത്തിയായിരുന്നു കാന്തപുരത്തിന്റെ ചോദ്യം. വർഷത്തിലെ 3 പരീക്ഷകൾ 2 ചുരുക്കിയാൽ സ്കൂൾ സമയം ലാഭിക്കാൻ കഴിയുമെന്നും കാന്തപുരം പറഞ്ഞു. ചൂടിൽ നിന്ന് 2 മാസത്തിൽ നിന്ന് 1 മാസമായ മെയ് എടുക്കുകയും മഴ ഏറ്റവും വർദ്ധിക്കുന്ന കാലമാണ് ജൂൺ. ആ ജൂൺ മാസം കൂട്ടിച്ചേർത്ത് മഴ വർദ്ധിച്ച കാലത്തിൽ നിന്നും ചൂട് വർദ്ധിച്ച കാലത്തിൽ നിന്നും സമയമെടുത്ത് കുട്ടികൾക്ക് ഒഴിവ് കൊടുത്തു എന്ന് പറയാവുന്നതായിരിക്കും. അല്ല, സമയം ചുരുക്കാൻ ഏറ്റവും നല്ലത് ഇപ്പോൾ 3 പരീക്ഷ കൊല്ലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് 2 ചുരുക്കിയാൽ ഏറ്റവും നന്നായിരിക്കുന്നതാണ്. നിഖിൽ പരമേശാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്ന. നിഖിൽ, കാന്തപുരം പറയുന്നത് തർക്കമില്ലാത്ത നിർദ്ദേശമാണല്ലേ നിഖിൽ? അദ്ദേഹം ഇന്നിപ്പോൾ മർക്കസിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ 2 കാര്യങ്ങൾ മാത്രമാണ് വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞത്. ആ 2 നിർദ്ദേശങ്ങളും ഒരുപക്ഷെ ഏറ്റവും മികച്ച നിർദ്ദേശങ്ങൾ എന്ന് തന്നെ പറയാൻ കഴിയും. വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു നിർദ്ദേശവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നത് 2 കാര്യങ്ങളാണ്. ഈ അവധി, അതായത് വേനൽ അവധിയുടെ കാര്യത്തിൽ വേനൽ അവധി ചൂട് നല്ല കൂടുതലുള്ള മെയ് മാസവും മഴ കാര്യമായുള്ള ജൂണിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് വിദ്യാർത്ഥികളുടെ സുരക്ഷയെ അടക്കം ബാധിക്കുന്ന കാര്യത്തിൽ അത് അല്പം കൂടി ഗുണകരമായിരിക്കും. അതോടൊപ്പം തന്നെ സമയമാറ്റമാണ്. സ്കൂൾ സമയമാറ്റ കാര്യത്തിൽ ഈ 3 ടേം പരീക്ഷ എന്നുള്ളത് 2 കുറയ്ക്കുകയാണെങ്കിൽ അത്രത്തോളം സമയം ലാഭിക്കാൻ കഴിയും. ഇപ്പോൾ സമസ്തയുടെ ഈ മർക്കസിന്റെ സ്ഥാപനങ്ങളിലൊക്കെ അത്തരത്തിൽ 2 പരീക്ഷകളാണുള്ളത്. ആ തരത്തിൽ 2 ടേമിൽ പരീക്ഷയാക്കുകയാണെങ്കിൽ അത്രയും സമയം ലാഭിക്കാൻ കഴിയുമെന്നുള്ള വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം മന്ത്രിക്ക് മുന്നിൽ വെക്കുകയുണ്ടായി. ഇതേ വേദിയിൽ വെച്ച് മന്ത്രി പറഞ്ഞതാകട്ടെ, ഇപ്പോൾ കാന്തപുരം ഉസ്താദ് സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും പ്രായോഗികമാണെങ്കിൽ ഇക്കാര്യങ്ങൾ നടപ്പാക്കുമെന്നുള്ള ഉറപ്പുകൂടി വേദിയിൽ വെച്ച് അദ്ദേഹം കാന്തപുരത്തിന് നൽകുകയുണ്ടായി. കാന്തപുരം പറഞ്ഞത് മന്ത്രി നല്ല ബുദ്ധിയുള്ള ആളാണ്, അദ്ദേഹത്തോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ ഒരു പഠിച്ച ശേഷം ഇക്കാര്യത്തിൽ മറുപടി പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാധാരണഗതിയിൽ എല്ലാം നടത്തിത്തരാമെന്ന് പറയുന്ന ആളുകൾ അത് നടപ്പാക്കാറില്ല. പക്ഷേ ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണമാണ് ഇത് പഠിച്ച ശേഷം മറുപടി നൽകാമെന്ന് അറിയിക്കുന്നത് എന്നുള്ള പ്രശംസ കൂടി വി ശിവൻകുട്ടിക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നൽകുകയുണ്ടായി. കാശ്മീർ ഓക്കെ, മെയിലും ജൂണിലും, ജനുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അപ്പം മെയിലും ജൂണിലുമായിട്ട് അവധി പുനഃക്രമീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് കാന്തപുരം മന്ത്രി വി ശിവൻകുട്ടി. വേദിയിൽ അപ്പോൾ ഉണ്ടായിരുന്നു അവിടെ.